സ്റ്റാർ മാജിക്കില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമ്മൾ പോവാ. ഗെയിമിലേക്ക് പോയല്ലോ. പോകാലോ. ഓക്കെ, ഗെയിമിന്റെ പേരും വളരെ വെറൈറ്റി ആണ്. കുട്ടപ്പൻ ചേട്ടന്റെ കുട്ടിക്കുപ്പായം. ഞങ്ങൾ വിചാരിച്ചു കുറുക്കൻ ചേറി ടയേഴ്സ് ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുട്ടിക്കുപ്പായം എടുക്കലാണ് നമ്മുടെ ആവശ്യം. അത് കുട്ടപ്പൻ ചേട്ടന്റെ കുട്ടിക്കുപ്പായം. സംഗതി എങ്ങനെ ഈ ഗെയിം എന്നുള്ള പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. ഒരു ടീമിന്റെ വഴി ഇത്, ഒരു ടീമിന്റെ വഴി അത്. അതായത് കുട്ടപ്പൻ ചേട്ടന്റെ ഡ്രസ് ആരോ മൊട്ടിച്ചു കൊണ്ടുപോയി. അത് ശരി. പാവം നിക്കണ നിപ്പ് കണ്ടോ മുഴുവനെ. അപ്പോ ഇവിടെയും ഒരു കുട്ടപ്പൻ ചേട്ടനുണ്ട്. നമ്മൾ ഈ ഡ്രസ്സ് ഹണ്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു പോയി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോ ഇത് ഡ്രസ് കണ്ടിച്ചിട്ടാ എന്താണ് ഇപ്പൊ എന്ത് പറഞ്ഞല്ലോ, ഹണ്ട് ചെയ്ത് മലയാളം, അതായത് മലയാളം. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ടീമിൽ നിന്ന് ഒരാൾ അമ്പിളി സിനിമയിലെ സൗബിൻ ആ സൈഡിൽ ഇരിക്കണ ഫോണിന്റെ അടുത്തിരിക്കണ അയാൾ ഇനി കോളം ഒന്ന് ചാവുമല്ലോ കേൾക്കുന്നത്. ആദ്യം ആദ്യം പട്ടണം പ്രവേശന സിനിമയിലെ എൻ ബാലകൃഷ്ണൻ അവിടെ അങ്ങോട്ട് മാറ്റും. എന്നിട്ട് അമ്പിളി മാറാം. അതായത് ഈ ടീം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിലെയാണ്. അവർ ഫസ്റ്റ് വരുമ്പോൾ ഒരാൾ മാത്രമേ വരാൻ പാടുള്ളൂ. പാലത്തിലൂടെ കടന്നു വന്ന് ഇതിലൂടെ ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല. അവരെങ്ങനെ തലയോ കയ്യോ വാലോ എന്തെങ്കിലും ഇട്ട് കോസ്റ്റ്യൂം എടുക്കണം. അതായത് കുട്ടപ്പൻ ചേട്ടന് ഒരു ടീഷർട്ടും സൂപ്പർ സ്റ്റാർ ശരവണൻ എൻ ബാലകൃഷ്ണൻ ചേച്ചി ഞങ്ങളുടെ പഞ്ചറൊന്ന് ഒടിച്ചരോ. ഞാൻ ശരവണാണെങ്കിലേ ആ നാഗർകോവിൽ ബെൻസി അവിടെ അങ്ങോട്ട് മാറ്റി. താങ്കളാണ് നാഗർകോവിൽ ബെൻസി നടക്കുന്നത്. ഹലോ. ആ ചേട്ടാ, നാഗർകോവിൽ ബെൽസിക്ക് ഒന്ന് ചിരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം ഉണ്ട്, നേരിട്ട് കൊടുക്കട്ടെ. വേണ്ട ചേട്ടാ, ഞാനേ ഉറക്കം വരുന്നു, ഉറങ്ങാൻ പോവാണ്. അപ്പൊ ചേട്ടാ ഇനി എന്തെങ്കിലും അടിക്കണമെങ്കിൽ അതിലൂടെ ചിരിച്ചിട്ടങ്ങ് ഉറങ്ങാം. പറയാം കേട്ടാ, നല്ല കോമഡി ഒക്കെ നടക്കണേ പറയാം. ഓ ശരി ശരി. കിട്ടിയില്ലോ. ബെൻസി ഒതുങ്ങി. ഇതൊക്കെ എരുന്ന് വാങ്ങാൻ വേണ്ടിട്ടാണ് തങ്കച്ചേട്ടൻ എന്ന് രാവിലെ ഇവിടെ പറഞ്ഞേ? എരുന്ന് വാങ്ങുന്നല്ല, ഞാൻ മേടിക്കുന്ന പൈസക്ക് ഞാൻ ജോലി ചെയ്യുന്നു. ചേട്ടന് ഈ കലാമണ്ഡലം തങ്കച്ചൻ ആക്കിക്കൂടെ? എങ്കിൽ നിന്നെ കരിപ്പട്ടി ആരും ഉണ്ടാക്കട്ടെ. അത് ഓൾറെഡി എന്റെ പേര് അങ്ങനെ ആക്കിക്കുക. അതിൽ ആഘോഷിക്കട്ടാ. എനിക്ക് സന്തോഷം. എന്റെ അച്ഛന്റെ ജോലിയാണ് ഗസറ്റ് കൊടുത്ത മറ്റുള്ളവർക്ക് ഇപ്പൊ മൊത്തത്തില് എന്താ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. കുട്ടപ്പൻ ചേട്ടൻ അവിടെ കുട്ടിക്കുപ്പായം ഇല്ലാണ്ട് നിക്കാൻ തുടങ്ങി. ഇത്രയും പ്രായമായിട്ട് നിക്കറില്ലാതെ ഇവിടെ നിൽക്കാൻ. ശരി, ഓക്കെ. അപ്പോ ഏറ്റവും ആദ്യം ഈ ടീമിൽ നിന്ന് ഒരു മെമ്പർ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളുടെ മെമ്പർ പഞ്ചായത്ത് പോയേക്കണേ. ആണെങ്കിൽ ഓ ഫ്രഷ് സാധനോടാ, അടിപൊളി. നീ രാവിലെ അടിക്കാത്തത് അത് ബെൻസിയെക്കാളും കേറിയിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ മാഡം. ഇതിലൂടെ ഇറങ്ങാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ലൈക്ക് എങ്ങനെയെങ്കിലും കയ്യോ കാലോ ഒക്കെ എടുത്തിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ എടുക്കണം. കുട്ടപ്പൻ ചേട്ടന് ഒരു ടീഷർട്ട് ഉണ്ട്, ഒരു കോട്ട് ഉണ്ട്, ഒരു പാന്റ് ഉണ്ട്, 2 ചെരുപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കളക്ട് ചെയ്യണം. ഏറ്റവും ആദ്യം കൈ കിട്ടുന്ന ആദ്യത്തെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ വരുന്നു, അവിടെ വേറെ ഇപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത ആള് വന്നിട്ടാണ് അടുത്തത് എടുക്കേണ്ടത്. അങ്ങനെ ഏറ്റവും ആദ്യം കുട്ടപ്പൻ ചേട്ടനെ ഫുൾ ഫോം ആക്കി വിടുന്ന ടീമായിരിക്കും ജയിക്കുക. ഇപ്പൊ ഇങ്ങനെ ഇതൊന്നും ഇടിയിക്കാതെ തന്നെ പുള്ളി ഫുൾ ഫോമിലാണ്. ഇപ്പൊ ഒന്നും കൂടെ ഫോം ആക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് ഈ ഗെയിം കളിക്കാൻ വേണ്ടി വരുന്ന 2 പേർ, ഈ ടീമിൽ നിന്ന് അനു, ആ ടീമിൽ നിന്ന് ദേവി. തങ്കു അഡ്വൈസ് ചെയ്യാൻ പോവാണേ. മക്കളെ ശ്രദ്ധിച്ച് കളിക്കുക. പിന്നെ നഖത്തിനിടയിൽ വരെ കള്ളത്തരമുള്ള ഒരു പെണ്ണാണ് നിന്റെ കൂടെ കളിക്കുന്നത്. ആ ഒരു ബോധം ഉണ്ടാകണം എന്ന് മാത്രമല്ല, പിന്നെ നഖത്ത് ചെല്ലുന്ന സമയത്ത് ചില ഉപദ്രവങ്ങൾ, നഖം കയറ്റുക, അങ്ങനെയുള്ള കണ്ണിലിട്ട് കുത്തുക, അങ്ങനെയുള്ള കലാപരിപാടി ഉണ്ടാവും. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചോണം കേട്ടാ. അവൾക്ക് ജയിക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരാം, സുപ്രീം കോടതി വരെ പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് കളിക്കണം കേട്ടാ. പല നിർദ്ദേശങ്ങളും അണ്ണൻ ചേട്ടൻ ഇവിടെ തരും. 8:30 കൊച്ചുങ്ങൾ ഉറങ്ങാൻ വേണ്ടി അപ്പം പല കഥ പറഞ്ഞു തരും. എന്റെ കോംബോ ഒന്ന് പറഞ്ഞ കോംബോ എനിക്ക് തരാൻ. അത് അവന്റെ അടുത്താ എന്തെങ്കിലും പറയാനില്ലേ? നന്നായിട്ട് ചെയ്യാ. എന്തോന്ന് ഗെയിം ട്യൂബിന്റെ മേളിൽ കയറണം. അതിന്റെ ഉള്ളിൽ നിന്ന് കുട്ടപ്പഞ്ചാറിന് വേണ്ട സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കിത്താ. ഹലോ. ആ ഇവിടെ 2 കോമഡിക്ക് ഒന്ന് ചിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ ഗെയിം ഒന്ന് തുടങ്ങായിരുന്നു. അനിയ ഒന്ന് പോയിട്ടാ, അനിയ അവിടെ ഒന്ന് പോയി. ഉദ്ദേശിച്ചത് ചീറ്റിപ്പോയി. ചേട്ടനെ അനുഗ്രഹിക്കണം. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണം. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും.
ഇങ്ങനെയായിരുന്നു ആദ്യം എൻ്റെ അടുത്തും ചെയ്തത്. പിന്നീട് അവള് കാല് വാരുള്ളൂ. ആദ്യം കാലി തൊട്ട് വീഴും, രണ്ടാം കാല് വരും. ഇപ്പൊ കണ്ടോ, കളി കണ്ടോ? ആ മോളെ ശ്രദ്ധിച്ച് കളിക്കണം കേട്ടോ, കേട്ടോ. കുട്ടപ്പൻ ചേട്ടന്റെ കുട്ടിക്കുപ്പായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1